ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പൗർണമിയാണ് അല്ലേ. അപ്പൊ ഈ ഒരു പൗർണമി ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ലൊരു ദിവസമാണ്. അപ്പൊ ഇന്നലെ രാത്രി മുതൽ പൗർണമി ആരംഭിച്ച സമയം മുതൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഇന്ന് രാത്രിയും പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ലൈഫിലേക്ക് വരികയാണ് അല്ലെ. അങ്ങനെ അതൊക്കെ അറിയാവുന്നവർ ഒരുപാട് പേര് അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് ഈ പൗർണമി ദിവസം എന്തൊക്കെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദിവസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഈ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നോക്കാം അല്ലെ. അപ്പൊ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയാത്തവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലേക്കും വരും, ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നിങ്ങൾ പൂർണ്ണചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചില്ലേലും ആ ഒരു ദിവസങ്ങളിലും എല്ലാ ദിവസത്തെ പോലെ ആ ദിവസം തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അല്ലെ. അപ്പോ പൗർണമി നാളെ തൊട്ട് അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. എന്തൊക്കെ സന്തോഷങ്ങളാണ്, എന്തൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവരും ഇട്ടേക്കുക കേട്ടോ. ടാരോട്ട് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം, വാട്സപ്പിൽ വരാം, വിളിക്കാം. അപ്പോ പയൽ റീഡിംഗ് അല്ല, ചെറിയൊരു റീഡിംഗ് ആണ് കേട്ടോ. അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ കാര്യവും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതൊരു ടൈംലെസ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പൗർണമി തൊട്ട് 48 മണിക്കൂറിൽ മാത്രം കാണാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ മുൻപിൽ ഇത് എപ്പോഴാണോ വരുന്നത് അത് ആ ഒരു ടൈം തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോ കണ്ടതിന് ശേഷം നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോഴും അതിനകത്തൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളത് എന്റെ ലൈഫിലേക്ക് അത് വരുന്നു എന്നുള്ളത് പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ ഇരുന്നാൽ മതി. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് പൗർണമിയാണ്. ഇന്ന് രാത്രിയാണെങ്കിലും ഇന്ന് രാത്രിയിലായാലും പോലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് രാത്രിയിൽ പോലും നിങ്ങൾ ചന്ദ്രനെ കാണാൻ പറ്റുന്നവര് ചന്ദ്രനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അല്ലാത്തവര് ആ ഒരു രാത്രിയിൽ കിടക്കുന്നതിന് മുൻപേ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപേ പറ്റുമെന്നുള്ളവര് ആ സമയത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും നല്ല സമയം രാവിലെ എണീറ്റാൽ ഉടനെ ഉള്ള ഒരു സമയം, രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ്, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. അപ്പൊ എല്ലാവർക്കും അത് സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനെ പ്രാക്ടീസ് ചെയ്യാം, മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഞാൻ കാർഡൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാർഡ് നോക്കാം. നൈൻ ഓഫ് പെന്റക്കിൾസ്, ഹെർമിറ്റ്, സെവൻ ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, ദ ഡബിൾ കാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ്, ഫൈവ് ഓഫ് സോർട്സ്, ജസ്റ്റിസ്, മജീഷ്യൻ, ദ ഫോള്, ഏസ് ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, ചാരിയറ്റ്, ഇന്ന് കുറച്ച് കൂടുതൽ കാർഡ് എടുത്തിട്ടുണ്ട്. സിക്സ് ഓഫ് വാണ്ട്, സിക്സ് ഓഫ് പെന്റക്കിൾസ്, ഇതൊക്കെ ഇരിക്കട്ടെ കേട്ടോ. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, പല പല കാര്യങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുണ്ട് ഹെർമിറ്റ്. ചിലര് സന്യാസി അല്ലെങ്കിൽ സന്യാസിനിയായിട്ട് ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ആ ഒരു ലെവലിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹെർമിറ്റ്, ചില സന്യാസികളാവും, അതായത് ഹസ്ബൻഡ് ഇല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ വൈഫ് ഇല്ലാത്ത വ്യക്തികളായിട്ടുള്ള അവര് പല കാര്യങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ അവർ അവരുടെ ലൈഫിലേക്ക് മറ്റൊരു
ബന്ധം, നല്ലൊരു സ്നേഹം വരണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ ലഭിക്കണം എന്നായിരിക്കാം അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹെർമിറ്റ് ഒരുപാട് നാളായിട്ട് തനിച്ചായിരിക്കുന്ന വ്യക്തികൾ, അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, ഒരുപക്ഷെ സിംഗിൾ പേരന്റ് ആയിട്ടുള്ളവര്, അതായത് സിംഗിൾ മദർ, സിംഗിൾ ഫാദർ. അതുപോലെ ഒരു പക്ഷെ മക്കളെല്ലാം എന്താ പറയാ, ഓരോ ജോലിക്കായിട്ടോ പഠിക്കാനൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ ആയിട്ട് അവർ തനിച്ചുള്ളവരാവാം. അപ്പൊ അങ്ങനെയുള്ളവർ ഒരുപക്ഷെ, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർ, ഹസ്ബൻഡ് മരിച്ചുപോലെ, ഹസ്ബൻഡ് ഉപേക്ഷിച്ചതോ കുട്ടികളില്ലാത്ത വ്യക്തികൾ, അങ്ങനെ തനിച്ചായിരിക്കുന്ന ഒരുപാട് പേര് ഒരുപക്ഷെ ഹെർമിറ്റ് എനർജിയിലാണ് അവർക്ക് മറ്റൊരു ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അവരൊരുപാട് മറ്റൊരു നല്ലൊരു ബന്ധത്തിന്, അവർക്ക് നല്ലൊരു കൂട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനയ്ക്കൊക്കെ ആർക്കൊക്കെയോ, അതിലിപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താണ് പ്രാർത്ഥിക്കുന്നത്, ഒരുപക്ഷെ അവർക്ക് നല്ലൊരു സ്നേഹം ലഭിക്കാനാണ്, നല്ലൊരു ബന്ധം ലഭിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ട്രൂ ലവ് അവർക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ മാരേജിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, മാരേജ് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലൊരു മാരേജ്, വിവാഹ ബന്ധം വരുന്നുണ്ട്, നല്ലൊരു ആലോചന വരുന്നുണ്ട്. അല്ലെങ്കിൽ ട്രൂ ലവ് ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല ട്രൂ ലവ് വരുന്നുണ്ട്, ചില വ്യക്തികൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ചോയ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ആലോചനകൾ പലർക്കും വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു തെരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇതുവരെയുള്ള മാനിഫെസ്റ്റേഷന്റെയും പ്രാർത്ഥനയുടെയും പ്രതിഫലം അല്ലെങ്കിൽ ഫലം യൂണിവേഴ്സ് തരികയാണ് നിങ്ങൾക്ക് കേട്ടോ. ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. മജീഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് നേടാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ, അതായത് ഈ ഒരു ഹെർമിറ്റ് ഇതേ രീതി പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് എന്താണോ, റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനെയും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതിന് നിങ്ങൾക്ക് മറ്റാരുടെയും ഹെൽപ്പ് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ്. ആ ഒരു രീതിയിൽ ഒരു മജീഷ്യന്റെ പവറുള്ള കഴിവുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളെയും, നിങ്ങൾക്ക് ഇപ്പൊ സാമ്പത്തികമാണ് വേണ്ടത്, ആരും ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിയുന്നവരാണെങ്കിൽ ആയിരിക്കാം, ആരും സഹായിക്കാനില്ല. ഇതുപോലെ ഹസ്ബൻഡ് മരിച്ചതോ അങ്ങനെ അല്ലെങ്കിൽ ഭാര്യ മരിച്ചതോ വ്യക്തികളെ ആണെങ്കിൽ കഴിയുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്താറാണ് പതിവ് കേട്ടോ. ആരും കൂടെ കൂട്ടില്ല, എല്ലാവരും തനിച്ചാണ്, എല്ലാ രീതിയിലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കുറ്റം എന്ന രീതിയിലുള്ളത്. അപ്പൊ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോവേണ്ടതില്ല. നിങ്ങൾ ഈശ്വരനിലേക്കെല്ലാം സമർപ്പിക്കുക, യൂണിവേഴ്സിലേക്കെല്ലാം സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അതൊക്കെ ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് നോക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുക. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു, ഇവിടെ എന്ത് പറഞ്ഞു, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് പറയും, അല്ലെങ്കിൽ ഇവരെന്ത് പറയും, ഇതൊന്നും നോക്കേണ്ടതില്ല. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ലഭിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതാണ്. പിന്നെ ചില വ്യക്തികളുടെ ഒരു വല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ, സാമ്പത്തിക പ്രോബ്ലത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലാണ്. അത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ. ചുറ്റുപാടുകൾ എല്ലാ രീതിയിലും വല്ലാത്ത നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു രീതിയിൽ പോകുന്ന ഒരു ഡെവിൾ എനർജി, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യതകൾ, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല, ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന ഫൈവ് ഓഫ് സോർഡ്സ് എനർജി. ഇനി എന്ത് വേണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകും, ഏതെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം എന്റെ ലൈഫിൽ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ച ആ ഒരു രീതിയിലുള്ള ഒരുപാട് പേര് റീഡിങ്ങിന് വരുന്നുണ്ട്. അപ്പം എന്താണ് ഇനി ചെയ്യേണ്ടെന്ന് അവർക്ക് അറിയില്ല, എവിടുന്നാണ് ഒരു ഹെൽപ്പ് കിട്ടുക എന്നറിയില്ല. എന്താണ് ഇപ്പം പലതും എന്താ പറയാ, പല രീതിയിലും
പല കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാവരും തകർന്ന് തരിപ്പണമായി, ഒന്നിലും വിജയിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ട് ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെ എന്നറിയാതിരിക്കുന്ന ഒരുപാട് പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശക്തമായി നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ആത്മഹത്യയോ അല്ലെങ്കിൽ മരണമൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകണം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ പോകണം എന്നുള്ളത് ഒരു ദൈവനിശ്ചയമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതങ്ങനെ നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പല രീതിയിലാണെന്നേ. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കടന്ന് പോവുക എന്നുള്ളതാണ് അല്ലെ. ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ആകുമ്പോൾ എനിക്ക് നല്ലതൊന്നും വരില്ല, എനിക്ക് ഒന്നും ഇങ്ങനെയാണ്, എന്റെ ലൈഫ് എന്നും ഇങ്ങനെയാണ്, ഇത്രയോ വർഷങ്ങളായിട്ട് ഒരു രക്ഷയില്ല, അങ്ങനത്തെ ചിന്താഗതി മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ എപ്പോഴും എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ആ ചിന്തകൾ, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ചില വ്യക്തികള് നമുക്ക് എത്ര നല്ലത് വന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ നല്ല രീതിയിലാണ്, കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സാമ്പത്തിക വരുമാനങ്ങളൊക്കെ കിട്ടിപ്പോയാലും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ചില വ്യക്തികളുണ്ട്, നമുക്ക് ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. അവർക്ക് എല്ലാം നല്ല ആ ഒരു ഉണ്ടെന്നുള്ള ആ പോസിറ്റീവ് എനർജി, ഇല്ലെങ്കിലും അവരത് ഇല്ലായ്മ പുറത്ത് കാണിക്കാതെ ഉണ്ടെന്നുള്ള രീതിയിൽ വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നമ്മളുടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് തന്നെ വരും, നമ്മൾ പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ പോസിറ്റീവ് വരും. അങ്ങനെയാണ് നമ്മളൊരു കുറച്ച് നല്ല ലെവലിൽ തന്നെ ചിന്തിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇല്ലായ്മ വരുമ്പോ ഇല്ലെന്ന് പറഞ്ഞാലേ അവരൊക്കെ തരൂ അല്ലെ അവർ സഹായിക്കും എന്നുള്ള രീതിയിലല്ല നമ്മൾ പോകേണ്ടത്. നമുക്കില്ലെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയിൽ പോകണം. അപ്പൊ ആ ഒരു രീതിയിൽ മൈൻഡിനെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ അതേ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് വേണ്ടതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക, അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാറ്റുക. ഒരു ഡെവിൽ എനർജി ആരുടെയൊക്കെയോ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സമ്മതിക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഡെവിള് കാണണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അല്ലെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ ഒന്നിലേക്കും പോകാൻ അനുവദിക്കാതെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ വാക്ക് കേൾക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നതിനും മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ ആ അഭിപ്രായം ചോദിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ലേ പറഞ്ഞിട്ടേ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിനും മുന്നോട്ട് പോകാതെ ഒരുപാട് പ്രോബ്ലം നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം, ചുറ്റും നെഗറ്റീവ് എനർജി വരുന്നത്. അപ്പൊ അങ്ങനെയുണ്ടപ്പോ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിരിക്കുക. ചുറ്റിനുമുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആളുകളോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ അവർ നെഗറ്റീവ് ആക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവായി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നതും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് നല്ലത് ഉപദേശിച്ച് തരുന്ന വ്യക്തികൾ, ആ ഒരു വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും കുറ്റം പറയുകയും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനൊക്കെ തടസ്സം പറയുകയും ചെയ്യുന്ന വ്യക്തികളായിട്ടുള്ള കോണ്ടാക്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ നിങ്ങളിൽ ആ നെഗറ്റീവ് എനർജി മാറി നിങ്ങൾക്ക് പോസിറ്റീവ് ആകാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അല്ലെ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അങ്ങനെ എത്തും ഇങ്ങനെ എത്തും അവിടെ എത്തും അത് ചെയ്യണത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആരോടെങ്കിലും അത് നിങ്ങൾ പറയുമ്പോൾ അവരാണ് പിന്നെ നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് നിങ്ങളെ അവിടെ അവർ നിരാശരാക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സ് ഡൗൺ ആവും. എനിക്ക് അതിനുള്ള കഴിവില്ല, അല്ലെ എനിക്കത് കിട്ടാനുള്ള കഴിവില്ല, എനിക്കത് വാങ്ങാനുള്ള കഴിവില്ല, എനിക്ക് ഇത്രയൊക്കെ ഉള്ളെന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വന്നാൽ സന്തോഷിക്കുന്ന ആളുകളോട് മാത്രം കൂട്ടുവിടുക. അതിപ്പം ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ആരായാലും അകറ്റേണ്ടവരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ എന്തൊക്കെ നമ്മൾ ചെയ്യുന്ന അതിനനുസരിച്ച് ചെയ്യുക. ഒഴിവാക്കേണ്ടവരൊക്കെ ഒഴിവാക്കി തന്നെ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോ ഒരാൾക്ക് ഒരിക്കലും ഒരു വ്യക്തി നന്നാകുന്നത് മിക്കവർക്കും ഇഷ്ടമല്ല. അപ്പൊ അവനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒപ്പം വരാനോ അല്ലെങ്കിൽ അതിനേക്കാൾ
കൂടി അതിനേക്കാൾ എന്താ പറയാ മുകളിലേക്ക് കയറാൻ ആർക്കും അത് താല്പര്യമില്ല. അപ്പൊ എത്രത്തോളം അടിച്ചമർത്തി താഴെ ഇടാവോ ആ ഒരു രീതിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോ കൂടുതൽ ആൾക്കാരും അസൂയാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും അസൂയാണ് മറ്റുള്ളവർക്ക്. അപ്പൊ ഒരു നല്ല രീതിയിൽ അവൻ ഉയർന്നു വരുന്നെന്ന് കാണുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അസൂയാണ്. ആ ഒരു നെഗറ്റീവ് എനർജി ആരുടെയൊക്കെ ലൈഫിൽ കാണുന്നുണ്ട്. ചുറ്റുമുള്ളവര് ഒരുപക്ഷെ ബന്ധുക്കളാവാം അയൽക്കാരാവാം. അപ്പൊ ചുറ്റുമുള്ളവര് അസൂയപ്പെട്ട് നോക്കുന്ന രീതിയിലുള്ള നിങ്ങളോട് അസൂയപ്പെടുന്ന രീതിയിൽ, അതായത് ഒരു നെഗറ്റീവ് എനർജിയാണ് ഫുള്ള് നിങ്ങൾക്ക് ആരുടെയൊക്കെയോ ലൈഫിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് എനർജി മാറാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിലേ ഉള്ളൂ. അത് നിങ്ങൾ എന്താ പറയാ മറ്റുള്ളവരോട് ആലോചിക്കാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതിന് നിങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുക, യൂണിവേഴ്സിൽ അർപ്പിക്കുക. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തരും. നിങ്ങൾ വ്യക്തികളിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിലേക്ക് നോക്കുക. തനിച്ചായിരിക്കുന്ന വ്യക്തികളോടാണ് പറയുന്നത് കേട്ടോ. ഇപ്പം മറ്റുള്ളവര് ഒറ്റയ്ക്കുള്ള ഈ ഒരു ജീവിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്തവര് നിങ്ങൾ ഇവിടെ ഡബിൾ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് ലേഡീസ് ഒക്കെ ആണെങ്കിൽ സൂക്ഷിക്കാനും പറയുന്നുണ്ട്. പിന്നെ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ എനിക്ക് കാണുന്നത് ഒരു നെഗറ്റീവ് ഈ പ്രാവശ്യത്തെ കാർഡ് എടുത്തപ്പോൾ ഡബിൾ കാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പൗർണമി ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോ അതുപോലെ നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളെയും കാണുന്നുണ്ട് ഒരുപാട്. അതാണ് ഒരു ഡബിൾ കാർഡ് വന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പം ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികളെ തനിച്ചാവുമ്പോൾ ഒരുപാട് പേര് ഓരോ സഹായം പറഞ്ഞുകൊണ്ട് കൂടെ കൂടും. പക്ഷെ വരുന്നവരെല്ലാം നല്ലവരാണെന്ന് വിചാരിക്കരുത്. അപ്പൊ ആരുടെയൊക്കെ ലൈഫിലേക്ക് ഒരു നെഗറ്റീവ് എനർജി കാണുന്നുണ്ട്, ഒരു ഡബിൾ എനർജി. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികൾ എങ്ങനെയുള്ളതാണെന്ന് സൂക്ഷിക്കാം. അപ്പോൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ട്രൂ ലവ് വരുന്നവരുണ്ട്, നല്ല റിലേഷൻഷിപ്പും കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ട്രൂ അല്ലാത്ത ലവ് അഭിനയിച്ച്, അപ്പം ട്രൂ അല്ലാത്ത, അതായത് നിങ്ങൾക്ക് ദോഷം വരുന്ന, നിങ്ങളെ നല്ലത് വരുത്താനല്ല, ദോഷം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അത് നല്ലതാണോ ഇല്ലയോ എന്ന് വളരെയധികം നിങ്ങൾ അതിന് എന്താ പറയാ നിങ്ങൾ നല്ലതാണോ എന്ന് നിങ്ങൾ വളരെയധികം അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്ന് പണം അടിച്ചു മാറ്റാനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷന് വേണ്ടി വന്നിരിക്കുന്ന ചില വ്യക്തികളെ ചിലരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തികൾ അങ്ങനെയുള്ളവരായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡബിൾ എനർജി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷനിലായിട്ട് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൽ മനംനൊന്ത് എന്താ പറയുക വേദനിച്ച് ഡിപ്രഷനിലായിട്ട് ആത്മഹത്യയുടെ വക്കിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഡബിൾ എനർജി, ആ ഒരു എനർജി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടാവാം, പക്ഷെ മാക്സിമം ചീറ്റ് ചെയ്തു, എല്ലാ രീതിയിലും ചീറ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് ആയി പോയിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല അല്ലെ? ആ ഒരു രീതിയിൽ തിരിച്ചു വരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലായിട്ട് നിങ്ങളെ വല്ലാതെ പ്രോബ്ലത്തിലായിട്ട് ചില വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലതല്ലെങ്കിൽ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാത്തിരിക്കാതിരിക്കാൻ, ആ ഒരെണ്ണം അത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇനിയും ലൈഫിൽ നല്ലത് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇനി മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് ചിലരോട് എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതാരോടൊക്കെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അപ്പോ ചിലർക്കാണെങ്കിൽ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, വീണ്ടും വരണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം ആ ഒരു എന്താ പറയാ, അതുപോലെ നിങ്ങൾ അയാൾക്ക് നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും കിട്ടേണ്ടതെല്ലാം കിട്ടി വാങ്ങിയതിന് ശേഷം അടുത്ത വ്യക്തിയുടെ അടുത്തേക്ക് ആ വ്യക്തി പോയിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരുടെ റീഡിങ്, അങ്ങനെയുള്ളവരുടെ കാർഡുകൾ ഉണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എനർജി ഉള്ളവരുണ്ട്. അപ്പൊ അവരോടാണ് ഈ റീഡിങ് കേട്ടോ. പിന്നെ നിങ്ങൾ ലൈഫിലേക്ക് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കോടതിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കും കേസുകൾക്കൊക്കെ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നുണ്ട് ആർക്കൊക്കെ.
നിങ്ങൾ ഒരു പക്ഷെ ഡിവോഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡിവോഴ്സ് ഒരുപക്ഷെ കിട്ടിയിട്ട് നിങ്ങൾക്ക് പരസ്പര സ്നേഹമില്ലാത്ത രണ്ട് ദമ്പതികളാണെങ്കിൽ, രണ്ട് വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ്, ഒരു ഡിവോഴ്സിന് വേണ്ടി ഒരുപാട് നാളെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു പക്ഷെ ഡിവോഴ്സ് കിട്ടിയതിനു ശേഷം മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന വ്യക്തികളും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു ഡിവോഴ്സ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ടോ. ഡിവോഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കാൻ, നിങ്ങളുടെ ഭാഗത്ത് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സഡൻ ആയിട്ട് പെട്ടെന്ന് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾക്ക് എന്തോ ഒരു സാമ്പത്തിക സഹായം ലഭിക്കാൻ തോന്നുന്നു. 6 ഓഫ് പെന്റിക്കിൾസ്, ആരോ നിങ്ങളെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ എന്തോ ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശത്തു നിന്നായിരിക്കും ഒരു സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരുപക്ഷെ നിങ്ങളുടെ മകളുടെ മാരേജിനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിനാവാം. അങ്ങനെ നിങ്ങളുടെ മാരേജ് എന്ന് പറയുമ്പോൾ പ്രായമായ ഒരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്, പലരും കാണുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ മാരേജിനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ മാരേജിന് വേണ്ടിയിട്ട് പേരൻസിന് ആരെങ്കിലും സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുകയോ, അല്ലെങ്കിൽ ജോലിക്കാര്യത്തിനോ വിദേശത്ത് പോകാനോ ഒക്കെ എല്ലാ ഒരു സാമ്പത്തിക സഹായങ്ങൾ ഏത് വഴിയിലൂടെ ആയാലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ ഏസ് കപ്പൊക്കെ കാണുന്നുണ്ട്, ഏസ് പെന്റിക്കിൾസ്, 6 പെന്റിക്കിൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്ന സ്ഥിതിക്ക് 9 പെന്റിക്കിൾസ്, എനിക്ക് തോന്നുന്നേ ചിലർക്കൊരു ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിലരുടെ എന്ന് പറയുമ്പോൾ മജീഷ്യൻ പവറിൽ നിൽക്കുന്നവര് 9 പെന്റിക്കിൾസിൽ നിൽക്കുന്നു, ഹെർമിറ്റ് എനർജിയിൽ നിൽക്കുന്നു, 6 ഓഫ് വാണ്ട്സ്, അത്രയ്ക്കും ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ. ഒരുപാട് എന്താ പറയാ, അവർക്ക് വേണ്ടതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നേടാൻ അവർക്ക് കഴിയും. അത്രത്തോളം പവർഫുൾ ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ ചില വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികൾക്ക് ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ അവർക്കൊരു അവരാഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് ലഭിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ചെറിയ എമൗണ്ട് ആവാം, വലിയ എമൗണ്ട് ആവാം, എന്തായാലും പണം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പെട്ടെന്ന് സഡൻ ആയിട്ട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. കപ്പ് നിറഞ്ഞൊഴുകുന്ന ചിലർക്ക്, അതാ ഞാൻ പറഞ്ഞ, കപ്പ് നിറഞ്ഞു ഒഴുകുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരികയാണ്. ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തരികയാണ് കേട്ടോ. ഒരുപക്ഷെ ചിലർക്ക് ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു, പുതിയതായിട്ട് ജോലി ലഭിക്കുന്നുണ്ട്. അടുത്ത 48 മണിക്കൂറിന് നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ജോലി ലഭിക്കുന്നുണ്ട്. ചിലർക്ക് ഗവൺമെന്റിൽ തന്നെ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കാൻ പോകുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് പലർക്കും. പുതിയ തുടക്കം, ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പുതിയ ലൈഫാണ്. ചിലർക്ക് ന്യൂ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലൂടെ ഒരു പുതിയ തുടക്കം. ചിലർക്ക് പുതിയ വിവാഹാലോചനകൾ അല്ലെങ്കിൽ മാരേജ് നടക്കാൻ തന്നെ പോകുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിന് മുൻപുള്ള ചടങ്ങുകൾ നടക്കാൻ പോകുന്നു, നിങ്ങളുടെ എൻഗേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള മാരേജിന് മുമ്പുള്ള ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ അടുത്ത 48 മണിക്കൂറിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ചിലരുടെ ലൈഫിലേക്ക് ഒരു കാർമിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത 48 മണിക്കൂറിൽ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ അത് എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആവണമെന്ന് അറിയില്ല. പക്ഷെ ചിലർക്ക് അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. അത് നിങ്ങൾ ആ 48 മണിക്കൂറിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടാൻ പോകുന്നുണ്ട്, മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ചിലർക്ക് ഒരുപക്ഷെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ചിലർക്ക് അതൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവരുടെ ഉദ്ദേശം തന്നെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചില ഗുഡ് ന്യൂസ് ഒക്കെ കേൾക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്കൂൾ കോളേജിലൊക്കെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾക്കായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. വിദേശ യാത്രയ്ക്ക് കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിന്റെ എക്സാം ഒക്കെ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നു. നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടാണ്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വിദേശ യാത്രക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ ഇവിടെ വക്കീലാകാനായിട്ട് നിങ്ങൾ
പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെയും കൂടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആകാൻ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള വ്യക്തികൾ അതിനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയം കാണുന്നുണ്ട്, വിക്ടറി, പ്രോഗ്രസ് കാണുന്നുണ്ട്, പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് കാണുന്നുണ്ട്, നേട്ടങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പക്ഷെ പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗുഡ് ന്യൂസ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ ഏതെങ്കിലും വിഷയത്തിന്, അപ്പൊ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ സാലറി പ്രതീക്ഷിച്ചിരിക്കുകയോ, ആദ്യത്തെ സാലറി പ്രതീക്ഷിച്ചിരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നല്ല സാലറി അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുന്നുണ്ട്. നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ആർക്കൊക്കെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ ലവ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഒരുപക്ഷെ നിങ്ങളുടെ ബർത്ത്ഡേ ആവാം, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആഘോഷത്തിനാവും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മിക്കവാറും ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ആഘോഷമാവാം, എന്തെങ്കിലും ഒരു ഇതാവാം, വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന. ആർക്കൊക്കെ ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും അത് ലഭിക്കാൻ പോകുന്നത്. വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് അബണ്ടന്റ് തന്നെ വരുന്നതായിട്ട് എനിക്ക് കാണുന്നത്. ഏസ് കപ്പ് കണ്ടിട്ട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. മജീഷ്യനും അതായത് അത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും യൂണിവേഴ്സ് തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഒരുപാട് നാളത്തെ മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനയ്ക്കും ഉള്ള ഒരു റിസൾട്ട് ആയിട്ട് ഒരു അബണ്ടന്റ് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നിങ്ങളുടെ ബിസിനസ് ആണ്, ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ലാഭമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന വല്ലോ മച്യൂർ ആയിട്ടുള്ള വലിയ എമൗണ്ടുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ എങ്ങനെ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള എനർജി, ഒരു അബണ്ടന്റ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ആർക്കൊക്കെയോ, എല്ലാവർക്കും അല്ല, അങ്ങനെയുള്ളൊരു എന്തോ ചിലപ്പോൾ ഒരു പക്ഷെ ലോട്ടറി അടിച്ച് തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പം വലിയൊരു എമൗണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട് ലോട്ടറി അടിച്ച് ലഭിക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യ സമയത്ത് അത് ഒരുപാട് ഉപകരിക്കുന്നതായിട്ട് പലർക്കും കാണുന്നുണ്ട്. ആ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട്. ആർക്കൊക്കെയോ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിന് പ്രോബ്ലം ഉള്ളവരെ ഞാൻ കാണുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുള്ളവരെ, ഏതൊക്കെയോ പ്രോബ്ലംസ് ഉള്ളവരെ കാണുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമോ എന്നൊക്കെ പേടിച്ച് കുറച്ച് മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരെയും കാണുന്നു. നെഗറ്റീവ് എനർജി, ഡബിൾ എനർജിയും കാണുന്ന 5 ഓഫ് പെന്റക്കിൾസും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ട്രീറ്റ്മെന്റിൽ, ഒരുപാട് നാളായി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഒരുപക്ഷെ നിങ്ങളുടെ സമയദോഷത്തിന്റെ ആവാം, നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നു, നിങ്ങൾ ആ ഒരു രോഗത്തിലേക്കൊക്കെ പോയി. പക്ഷെ നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെക്ക് വീണ്ടും നിങ്ങളുടെ ആരോഗ്യമുള്ള നിങ്ങളുടെ ശരീരം അത് നിങ്ങൾ വീണ്ടെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യും, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും എല്ലാം ചെയ്ത് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു വിൽ പവർ, നിങ്ങളുടെ ആ ഒരു വിൽ പവർ എല്ലാം കൂടെ വെച്ചിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു മിറക്കിൾ പോലെ, മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഒരു മിറക്കിൾ പോലെ നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട്, അപ്പൊ ഒരുപക്ഷെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിരുന്ന അത്രയും വലിയ രോഗത്തിനടിമയായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആവാം. അപ്പൊ നമ്മൾക്കിപ്പോ ഒരു വലിയ ഇപ്പം വലിയ രോഗങ്ങൾ വരുമ്പോ ഇനിയിപ്പം ഞാൻ രക്ഷയിൽ എന്റെ ലൈഫ് അവസാനിച്ചു അങ്ങനത്തെ ഒരു ചിന്ത വെക്കാതെ, എനിക്ക് ഇനി ഒരുപാട് ലൈഫുണ്ട്, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഈ ഒരു രോഗത്തിനൊന്നും എന്നെ ഒന്നും ചെയ്യാനാവില്ല
ഇതൊക്കെ നിസ്സാരം എന്ന ഒരു മൈൻഡിലാണ് എടുക്കേണ്ടത്. അപ്പോ അത് ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് വന്നാല് നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് ആ ഒരു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ എന്തും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ നിസ്സാരം എന്ന മട്ടിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ആ ഒരു വിൽ പവർ, ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു രോഗത്തെയും തോൽപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഏതൊരു വലിയ രോഗമാണെങ്കിൽ പോലും അങ്ങനെ സ്ട്രോങ് ആയിട്ട് വ്യക്തികൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഈസി ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെയുള്ള ആരൊക്കെയോ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. ഏതൊരു നെഗറ്റീവിനെയും നമുക്ക് എന്താ പറയാ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി എറിയാൻ പറ്റുന്ന പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് മറ്റെന്തിനേക്കാൾ നമ്മളെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക, ദൈവത്തിലേക്ക് സമർപ്പിക്കുക നമ്മളെ. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന നമ്മളുടെ ലൈഫ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് വിട്ടുകൊടുക്കാതെ നമ്മളുടെ കാര്യത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ഹെൽത്തിന് നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് ഫോക്കസ് ചെയ്യണം. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക്, ഹെൽത്തിനോട്, നമ്മുടെ ആരോഗ്യത്തിൽ അത്ര ശ്രദ്ധിക്കുന്ന വ്യക്തികൾക്ക്, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവർക്ക് ആ ഒരു നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ ഹെൽത്ത് എങ്ങനെ വേണമെന്ന് എങ്ങനെ കൊണ്ടുപോകണം നമ്മൾ തീരുമാനിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ വരുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. പല പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയോ വലിയ രോഗങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് ഞാൻ എന്റെ ലൈഫ് പഴയപടിയാകും എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമ്മുടെ ലൈഫ് പഴയ രീതിയിലാക്കി എടുക്കാൻ പറ്റും. അതിനുള്ള ആത്മധൈര്യം ഉണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം ഒക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും ഓരോരുത്തർ പറയുമ്പോൾ അത് വീണ്ടും മൈൻഡ് നെഗറ്റീവ് ആക്കാൻ പാടില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് തരുന്ന വ്യക്തികളെ നമ്മുടെ അടുത്തുനിന്ന് മാറ്റുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെ കൂടെ നിർത്തുക, അല്ലാത്തവരെ മാറ്റി നിർത്തുക, അത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിലും വിജയം വരിക്കാൻ പറ്റും. അടുത്ത 48 മണിക്കൂറിൽ നിങ്ങൾ ആരൊക്കെ ഒരു യാത്ര പോകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ജേർണി കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷെ നിങ്ങൾ വിദേശത്തെ ആവാം, ഇന്ത്യയിൽ എവിടെങ്കിലൊക്കെ ആവാം, എവിടേക്ക് ഒരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തിരിച്ചും ഇങ്ങോട്ടേക്ക് തിരിച്ച് വിദേശത്തു നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് ലീവിനൊക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് വാക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലവർ എന്നോട് പറയാറുണ്ട് കേട്ടോ, അവർക്ക് ഇംഗ്ലീഷ് വാക്കൊന്നും പറയാൻ മനസ്സിലാവുന്നില്ല, മലയാളത്തിൽ കൂടുതൽ പറയണം. ഒരുപാട് പേര് റീഡിങ്ങിന് വരുമ്പോൾ പറയണ്ടോ, കാരണം മറ്റുള്ള റീഡിങ്ങിലെല്ലാം കൂടുതൽ കുട്ടികളായതുകൊണ്ട് അവരുടെ എല്ലാം ഇംഗ്ലീഷാണ് വാക്കുകൾ, ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും മലയാളത്തിലാണ് പറയുന്നത് കേട്ടോ, മലയാളത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാൻ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കേണ്ട, നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കാതിരിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല. നിങ്ങളൊരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അത് ചെയ്യാൻ പാടുണ്ടോ അതോ അത് ചെയ്യണ്ടേ, ഇതാണോ ചെയ്യേണ്ടത്, അങ്ങനെ ഏതോ 2 കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെ നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേടിയായിട്ടിരിക്കുന്നതാവാം, ചിലർക്ക് പേടിയാണെന്ന് തോന്നുന്നു, ചിലർക്ക് കൺഫ്യൂഷനാണ്. അപ്പൊ നിങ്ങളോടൊരു ആക്ഷൻ എടുക്കുക, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ട ആ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിനിടേണ്ട ഒരു എഫേർട്ട്, അത് നിങ്ങളോട് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. ദൈവം ബാധി താൻ ബാധി ദൈവം ബാധി അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ നമുക്ക് എല്ലാം ദൈവം തരും, എല്ലാം ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നു. നിങ്ങൾ പേടിച്ചിരിക്കാതെ അല്ലെ കൺഫ്യൂഷൻ ആകാതെ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ആക്ഷൻ എടുക്കേണ്ടത് എടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആണ്, ആ കാര്യങ്ങളിൽ, അതായത് അഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരിലെങ്കിലും അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഏതൊരു വ്യക്തിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്ത് അയാളിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് ചില വ്യക്തികൾ, ചില ലേഡീസ് ഒക്കെ ആവാം, ചില ജെന്റ്സ് ആവാം. അപ്പൊ നിങ്ങൾ അതിൽ നിന്നും മാറാൻ പറയുന്നുണ്ട്.
അങ്ങനെ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കരിയറിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. എങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ അല്ലെങ്കിൽ സ്റ്റക്കാണ്. അങ്ങനെ ചില സ്റ്റക്കായി നിൽക്കുന്നവരോട് നിങ്ങളുടെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു വ്യക്തി, അല്ലെ ആ ഒരു വ്യക്തി എനിക്ക് എന്റെ ലൈഫിൽ ഇല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലെങ്കിൽ എന്റെ ലൈഫില്ല, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് മരിക്കാൻ തോന്നുന്നു, അയാൾ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ അത് അയാൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല എന്നെല്ലാം പറയാം. അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ എപ്പോഴുമുള്ള നിങ്ങളുടെ അയാളെ ഫോളോ ചെയ്തുള്ള ആ ഒരു ഇത് അയാൾക്ക് ബർഡനായിട്ട് തോന്നുന്നുണ്ടാവും ചിലർക്ക്. അപ്പൊ നിങ്ങള് ഒരു ബാലൻസിൽ പോകാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബാലൻസ് ഇടുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കും ഫോക്കസ് ചെയ്യുക, അയാൾക്ക് വേണ്ടത് സമയം അയാൾക്കും കൊടുക്കുക. അപ്പൊ രണ്ട് ബാലൻസിൽ കൊണ്ടുപോകാൻ പറയാം. അല്ല ഫുൾ അയാൾക്ക് പ്രയോറിറ്റി കൊടുക്കരുത്, നിങ്ങൾക്കൂടെ പ്രയോറിറ്റി കൊടുക്കാൻ പറയുന്നുണ്ട്. അതിന്റെ പേരിൽ, ആ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഫുൾ എഫേർട്ട് അയാളുടെ കാര്യത്തിൽ ഇടുകയാണ്. അയാളെ ഫോക്കസ് ചെയ്താണ് ഫുള്ള് കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വാല്യൂ അവിടുന്ന് കിട്ടില്ല. അപ്പൊ എപ്പോഴും നോ കോണ്ടാക്ട്, വഴക്കൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുക, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളൊരു വ്യക്തിയില്ല, ആ ഒരു വ്യക്തിക്കും കൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മാറാൻ പറയുന്നുണ്ട് ചിലരോട്. നിങ്ങൾ ഒരുപാട് ഡ്രീം ഉള്ളവരാണ് ചിലർ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു വിഷൊക്കെ, നിങ്ങളുടെ ആ ഒരു ഡ്രീമൊക്കെ ഫുൾഫിൽ ആകുമെന്ന് പറയുന്നത് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ വേണ്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക്, പലരുടെ ലൈഫിലേക്ക് വരും. അപ്പൊ ആദ്യം വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾക്ക് ചിലപ്പം സാലറി കുറവാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്താവാം എന്ന് വെച്ചിട്ട് നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടെന്ന് വെക്കണ്ട. ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പഠിച്ച ആ ഒരു വിഷയത്തില് നിങ്ങൾക്ക് ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വ്യക്തികളാവാം. നിങ്ങളെ പഠിച്ച ആ ഒരു സെക്ഷനിലുള്ള ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിലും നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വീണ്ടും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചിലപ്പോൾ നല്ലത് വരണമെന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും കേട്ടോ. ലഭിക്കുമെന്നോട് മജീഷ്യൻ പറയുന്നു, നിങ്ങളെ വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് എനിക്കത് ലഭിക്കും, എനിക്കത് നേടാൻ കഴിയും എന്നൊക്കെയുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം കേട്ടോ. ഒരുപാട് ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കങ്ങളോ നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്, ന്യൂ ബിഗിനിങ്, ന്യൂ ലവ് വരുന്നുണ്ട്, ട്രൂ ലവ് വരുന്നുണ്ട്, മാരേജ് പ്രപ്പോസൽസ് വരുന്നുണ്ട്, ന്യൂ ബേബി വരുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ന്യൂ ബേബി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എല്ലാം പുതിയതായിട്ട്, ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ചിലരുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ പൗർണമി നാളിൽ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിനെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. കൂടുതലും നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ, കോണ്ടാക്റ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും. ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. മെസ്സേജ് അല്ലെ ഫോൺ കോളൊക്കെ വരും കേട്ടോ. അപ്പൊ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരു മെസ്സേജ് അല്ലെ ഫോൺ കോൾ കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുക, അതിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഇന്നത്തെ 7 ദിവസം ഫുള്ള് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ള, രാത്രിയിലായാലും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം കഴിഞ്ഞത് 48 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന്, നല്ലൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാകട്ടെ, സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.